നമ്മുടെ പാട്ടിന്റെ പാലാഴി എന്ന ഈ മഹാസംഗമത്തിലേക്ക് ഒരു വിശിഷ്ടാതിഥി കൂടി എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും സുപരിചിതമാണ് ആ മുഖം, അല്ലേ? ആണോ? അതെ, എല്ലാവർക്കും തന്നെ അറിയാം. ദൂരദർശനിലൊക്കെ സീരിയലൊക്കെ തുടങ്ങിയ സമയത്ത് ഒട്ടനവധി സീരിയലുകളിൽ ഈ മുഖം ഉണ്ടായിരുന്നു. അങ്ങാടിപ്പാട്ട്, വലയം, മായാമാനസം തുടങ്ങിയ ഒട്ടനവധി. അദ്ദേഹം പറഞ്ഞത് എന്താന്ന് വെച്ചാൽ എത്ര സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്, പേര് ഏതൊക്കെയാന്ന് ഓർമ്മയില്ല എന്നാണ്. കാരണം അത്രയധികം സീരിയലുകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അപ്പോ അദ്ദേഹത്തിനെ വലിയൊരു കയ്യോടിയോടുകൂടി നമ്മുടെ ഈ പാട്ടിന്റെ പാലാഴി എന്ന മഹാസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിനെ ആദരിക്കുന്നതിന് വേണ്ടി ഹരിശാന്തേട്ടനെയും മധു സാറിനെയും യഹിയ സാറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രേംജിതനെ കുറിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാനും കൂടെ ഇവിടെ ഉള്ളപ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ വളരെ സീനിയർ ആയിട്ടുള്ളൊരു കലാകാരനാണ്. അദ്ദേഹം റെയിൽവേയിൽ വർക്ക് ചെയ്തിരുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും അദ്ദേഹത്തിന് അഭിനയം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും വിത്ത് പെർമിഷൻ അദ്ദേഹം അതിനോടുള്ള കലയോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രണയം കൊണ്ട് ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ളൊരു മനുഷ്യനാണ്. ഈ ഒരു മനുഷ്യൻ അന്ന് റെയിൽവേയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞങ്ങളൊക്കെ ട്രെയിനിൽ അർദ്ധരാത്രിക്കൊക്കെ ടിക്കറ്റ് റെഡിയാക്കി തരും. അങ്ങനെ യാത്ര ചെയ്തിരുന്നു. അത് ഇവിടെ ഞാൻ ഓർക്കുകയാണ്. ഹലോ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത്. രാവിലത്തെ വേറെ ട്രെയിൻ കിട്ടിയില്ല, വേനാടിലാണ് വന്നത്. വേനാടിലല്ല, ഞാൻ ജനശതാബ്ദിയിൽ വന്ന് ആലുവയിൽ ഇറങ്ങി. ആലുവയിൽ നിന്ന് വേനാട് പിടിച്ചാണ് വന്നത്. അവിടെ വച്ച് ഞാൻ ഇവിടെ ഈ പ്രോഗ്രാമിൽ തന്നെ വരുന്ന ഒരു ജയേഷ് എന്നുള്ളൊരു വ്യക്തിയെ കണ്ടു. അദ്ദേഹം ഞാനും കൂടിയാണ് ഇങ്ങോട്ട് വന്നത്. ഈ പാട്ടിൻ്റെ പാലാഴി എന്നുള്ള ഈ ഒരു സംഗമത്തിനെക്കുറിച്ച് ഞാൻ വരാനുണ്ടായ കാരണം ഞാൻ പറയാം. പാട്ട് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഹരിചന്ദ് പറഞ്ഞതുപോലെ വർഷങ്ങളെ പരിചയമാണ്. ഞാൻ ഈ പല ഗ്രൂപ്പുകളിലുമുണ്ട്. നമ്മളെ ഈ അഭിനേതാക്കളുടെ ഗ്രൂപ്പുണ്ട്. ആത്മ എന്ന് പറഞ്ഞ ടെലിവിഷൻ TV താരങ്ങളുടെ സംഘടനയിൽ ഞാനുണ്ട്. അമ്മ എന്ന് പറഞ്ഞ് സിനിമ മേഖലയിൽ വർക്ക് ചെയ്യുന്ന സിനിമാ താരങ്ങളുടെ സംഘടനയിലുണ്ട്. അതുപോലെ തന്നെ റെയിൽവേയിലെ ഓഫീസേഴ്സിൻ്റെ നമ്മുടെ സംഘടനയിലും ഞാനുണ്ട്. പക്ഷേ അതിലൊന്നും കിട്ടാത്ത ഒരു ഒരു സംതൃപ്തി എനിക്ക് പാട്ടിൻ്റെ പാലാഴി എന്നുള്ള ഗ്രൂപ്പിൽ എനിക്ക് കിട്ടിയെന്നുള്ളത് എനിക്ക് വളരെയധികം എനിക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്. പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഞാൻ പാടുന്ന സമയത്ത് അല്ലെങ്കിൽ പാട്ടിനോടുള്ള തമ്പം തോന്നിയപ്പോൾ എനിക്ക് പല പാട്ടുകളും പാടണമെന്ന് തോന്നുന്നു. പക്ഷേ നമുക്ക് ഒരിക്കലും നമുക്ക് യേശുദാസനോ ഒന്നും ആകാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഈ കരോക്കെ കിട്ടിയപ്പോൾ ഈ കരോക്കയിൽ നമ്മൾ ട്രെയിൻ ചെയ്ത് നമുക്ക് സാമാന്യം നന്നായിട്ട് പാടുന്നെന്നാണ് ഇപ്പം എൻ്റെ കൂടെയുള്ളവർ തന്നെ പറയുന്നത്. അതിന് കാരണം ഈ പാട്ടിൻ്റെ പാലാഴി എന്നുള്ള ഗ്രൂപ്പിൽ എങ്ങനെയോ എനിക്കറിയില്ല, പാട്ടിൻ്റെ പാലാഴിയിൽ ആരാണ് എന്നെ ഇതിൽ ആഡ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഞാൻ യാദൃച്ഛികമായിട്ടാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ ഞാൻ കണ്ടത്. ഈ പാട്ടിൻ്റെ പാലാഴി കൊള്ളാമല്ലോ, ഒരു ധാരണയോ അല്ലെങ്കിൽ ഒരു പൈസ മോട്ടീവ് ഇല്ലാതെ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ഏത് സമയത്ത് ചോദിച്ചാലും നമുക്ക് തരുന്ന വ്യക്തികൾ ഈ സമൂഹത്തിൽ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ ഈ പാട്ടിൻ്റെ പാലാഴി വളരെയധികം ഉപകാരപ്പെട്ടു എന്നുള്ളത് എനിക്ക് വളരെയധികം എന്നെ വിസ്മയിപ്പിച്ചൊരു കാര്യമാണ്. നമുക്ക് ഈ പാട്ടിന് നമുക്ക് ചോദിച്ചാൽ തന്നെ നമുക്ക് യൂട്യൂബിൽ ചോദിച്ചാൽ കഴിഞ്ഞാൽ പാട്ടിന് 2 വരി തരും, പിന്നെ നമുക്ക് പേ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വരും. പക്ഷേ പല പാട്ടുകളും ഒരു ക്വാളിറ്റി ഇല്ലാത്ത പാട്ടുകളാണ്. അങ്ങനെ ഇരുന്ന സമയത്താണ് ഞാൻ ഈ പാട്ടിൻ്റെ പാലാടിയിൽ എന്നെ ആഡ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പല ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് ഞാൻ ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് എക്സിറ്റായി പോകുന്നു. പക്ഷേ പാട്ടിൻ്റെ പാലാടിയിൽ ഞാൻ സജീവമായിട്ട് നിന്നിട്ടുണ്ട്. പലരും പാട്ടുകളും പലരും ചോദിച്ചപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നോക്കിയറിയാം.
അങ്ങനെ പാട്ടിൻ്റെ പാലാടിയിൽ എന്നെ ആഡ് ചെയ്ത ആ വ്യക്തിയെ ഞാൻ വളരെയധികം വളരെ സന്തോഷത്തോടെ ഞാൻ സ്നേഹിക്കുന്നു. ആ പുള്ളിയെ ഞാൻ എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു പരിപാടിക്ക് എനിക്ക് ഇവിടെ വരാൻ സാധിച്ചതിന് ഞാൻ ജഗദീശനോട് ഞാൻ നന്ദി പറയുന്നു. എന്നെക്കുറിച്ച് നല്ല വാക്കുകൾ സംസാരിച്ച എൻ്റെ സഹപ്രവർത്തകൻ ഹരിശാന്ത്, അതുപോലെ തന്നെ എനിക്ക് യഹിയെ ഞാൻ ഇവിടെ വെച്ച് പറയുകയായിരുന്നു. യഹിയെ ഞാൻ ട്രിവാൻഡ്രത്ത് വെച്ച് യാദൃച്ഛികമായിട്ട് കണ്ടു. പക്ഷേ ഞാൻ ഈ വ്യക്തിയെ പുള്ളിയുടെ യാതൊരു ഫിലിം ഞാൻ കണ്ടു. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ അപ്സെറ്റ് ആയിപ്പോയി. എനിക്ക് പക്ഷേ പരിചയപ്പെടാൻ സാധിച്ചില്ല. പിന്നെ 2 പ്രാവശ്യം വന്നപ്പോൾ യാദൃച്ഛികമായിട്ട് നമുക്ക് ആ ഒരു തിരക്കിനിടയിൽ ഞാൻ പരിചയപ്പെട്ടു. ഇന്നാണ് ഞാൻ യഥാർത്ഥത്തിൽ യഹി ഞാൻ പരിചയപ്പെടുന്നത്. നല്ലൊരു വളർന്നു വരുന്ന ഒരു കലാകാരൻ തന്നെയാണ്. ഇവിടെ അടുത്താണെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. അങ്ങനെ ഈ പാട്ടിൻ്റെ പാലാടിയിൽ ഇന്നിവിടെ വരാൻ സാധിച്ചതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളിലെ ഒരു ഭാഗമാകാൻ സാധിച്ചതിനും, ഞാൻ വലിയൊരു പാട്ടുകാരനൊന്നുമില്ല, എന്നാലും ഈ പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ പാടാൻ ശ്രമിക്കാറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവിടെ വരാൻ സാധിച്ച് നിങ്ങളിലെ ഒരു ഭാഗമാകാൻ സാധിച്ച, നിങ്ങളെ കുടുംബത്തിലൊരു അംഗമാകാൻ സാധിച്ചതിനും എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ ഒരു നല്ലൊരു ദിവസം എനിക്ക് സമ്മാനിച്ച നിങ്ങളിൽ ഓരോരുത്തർക്കും ഞാൻ വിനയപുരസ്കാരം ഞാൻ നമസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം. നല്ലൊരു പാട്ട് പാടാം. അവിടെ ഉണ്ടാവും. ഹലോ. കള്ളിച്ചെല്ലമ്മ എന്ന സിനിമയിൽ ശ്രീ ബ്രഹ്മാനന്ദൻ പാടിയ ആ ഒരു മനോഹരമായ ഗാനമാണ് ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നത്. അഭിനയിച്ചിരിക്കുന്നത് എൻ്റെ ഇഷ്ടപ്പെട്ട താരം നമ്മുടെ പ്രേം നസീറും ഷീലാമ്മയാണ്. കായലിൻ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നെടുത്തു, താമര കളിത്തോണി. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നെടുത്തു, താമര കളിത്തോണി. തങ്കം നിനക്കുള്ള പിച്ചകമാലയുമായി സംക്രമപ്പൂനിലാവിറങ്ങി വന്നു, നിൻ കിളിവാതിലിൽ പതുങ്ങി നിന്നു. തങ്കം നിനക്കുള്ള പിച്ചകമാലയുമായി സംക്രമപ്പൂനിലാവിറങ്ങി വന്നു, നിൻ കിളിവാതിലിൽ പതുങ്ങി നിന്നു. മയക്കമെന്തേ 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 മെരുകിയാൽ മെരുങ്ങാത്തമാൻ കിടാവേ. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നോ
ഒരു താമര കളിത്തോണി വന്നെടുത്തു താമര കളിത്തോണി. ശ്രാവണ പഞ്ചമി ഭൂമിയിൽ വിരിച്ചിട്ട പൂവണി മഞ്ചവും മടക്കി വയ്ക്കും. കാർമുകിൽ മാലകൾ മടങ്ങിയെത്തും. ശ്രാവണ പഞ്ചമി ഭൂമിയിൽ വിരിച്ചിട്ട പൂവണി മഞ്ചവും മടക്കി വയ്ക്കും. കാർമുകിൽ മാലകൾ മടങ്ങിയെത്തും. ഉണരുണരൂ 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 മദനൻ വളർത്തുന്ന മണിപ്പിറാവേ. മാനത്തെ കായലിൽ മണപ്പുറത്തിൽ നിന്നൊരു താമര കളിത്തോണി വന്നെടുത്തു താമര കളിത്തോണി. മാനത്തെ കായലിൽ മണപ്പുറത്തിൽ നിന്നൊരു താമര കളിത്തോണി വന്നെടുത്തു താമര കളിത്തോണി. താങ്ക് യു.